ഈ എല്ലാ പ്രവർത്തകരെയും ഇവിടെ വന്നതിൽ പ്രത്യേകമായി നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം ചേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസ്ഥാന സെക്രട്ടറി ശ്രീ നൌഷാദ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുബ്രഹ്മണ്യ സാർ, ജനറൽ സെക്രട്ടറി ശ്രീ ഗോപൻ സാർ, ട്രഷറർ ശ്രീ ഡോക്ടർ രാജേഷ് സാർ ഉൾപ്പെടെ ഉള്ള പ്രിയപ്പെട്ട ജീവനക്കാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ചരിത്രത്തിൽ ഇത്രയധികം സർക്കാർ ജീവനക്കാരെ കൊള്ളയടിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ മെഡി സ്റ്റെപ്പ് പദ്ധതി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ് ആദ്യമായി ഇതിനെ രൂപകൽപ്പന ചെയ്തത്. അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഈ മെഡി സ്റ്റെപ്പ് പദ്ധതി രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള പ്രമുഖ സർക്കാരിതര ഹോസ്പിറ്റലുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് IPOP വ്യത്യാസമില്ലാതെ ഗവൺമെന്റ് വിഹിതത്തോടു കൂടിയുള്ള ഒരു ക്യാഷ്ലെസ് സംവിധാനമാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആദ്യ കാലഘട്ടത്തിൽ വിഭാവനം ചെയ്തത്. എന്നാൽ തുടർന്ന് സ്ഥാനമാറ്റം ഉണ്ടാവുകയും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരിൽ നിന്നും മാത്രം 500 രൂപ കളക്ട് ചെയ്തുകൊണ്ട് ഒരു കൊല്ലം 6000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ 6000 രൂപയിൽ നിന്നും ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ആകെ കൊടുക്കുന്നത് 3800 രൂപയാണ്. ബാക്കി 1200 രൂപയിൽ 984 രൂപ GST ഇനത്തിലേക്ക് വീണ്ടും ഗവൺമെന്റ് ഖജനാവിലേക്കാണ് വരുന്നത്. 336 രൂപ കോർപ്പസ് ഫണ്ടിലേക്കും പോകുന്നു. ഇപ്പോൾ ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തിരിക്കുന്നത്? സർക്കാർ ജീവനക്കാരിൽ നിന്നും ഓരോ മാസവും 810 രൂപയാണ് ഈടാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഗവൺമെന്റ് 9720 രൂപയാണ് ഒരു കൊല്ലം സർക്കാർ ജീവനക്കാരുടെ പക്കൽ നിന്നും ഈടാക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഗവൺമെന്റ് 18% GST ആണ് കളക്ട് ആക്കുന്നത്. അങ്ങനെ 1750 രൂപ GST ഇനത്തിൽ ഈ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരും. തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ അവിടെ ഗവൺമെന്റ് ഈടാക്കിയപ്പോൾ ഗവൺമെന്റ് GST ഒഴിവാക്കി കൊടുത്ത്. എന്ന് മാത്രമല്ല, ഈ ഗവൺമെന്റ് ഈ ഇൻഷുറൻസ് കമ്പനിയുമായി ഒത്തുകളിച്ച് 5.5 ലക്ഷം പേരുടെ സർക്കാർ ജീവനക്കാരും 5 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരെ ഉപയോഗിച്ച് 12 ലക്ഷം ജീവനക്കാരെയാണ് ഈ ഇൻഷുറൻസ് കമ്പനിയിൽ അംഗങ്ങളാക്കി കൊടുത്തത്. ഇത്രയധികം ഒരു സാധാരണ ഇൻഷുറൻസ് കമ്പനി 10ഉം 14ഉം 20ഉം കൊല്ലമെടുക്കും ഇത്രത്തോളം അംഗങ്ങളെ ചേർക്കാൻ. ഒരൊറ്റ ഓർഡർ കൊണ്ട്, ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ കൊണ്ട് 12 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരെ ഈ ഇൻഷുറൻസ് കമ്പനിക്ക് അടിമയാക്കി വെച്ചിരിക്കുന്നു. ജീവനക്കാർക്ക് ഓപ്ഷൻ ഇല്ല. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ ഇൻഷുർ ചെയ്യുന്ന ആൾക്കും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും എല്ലാം ഉൾപ്പെടും. പക്ഷേ സർക്കാർ ജീവനക്കാർക്കുള്ള ഈ മെഡി സ്റ്റെപ്പിൽ ഒരു സർക്കാർ ജീവനക്കാരെ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ വന്നാൽ അവന്റെ ഭാര്യ സർക്കാർ ജോലിക്കാരിയാണെങ്കിൽ അവരിൽ നിന്നും ഈ സെയിം അക്കൗണ്ട് ഈടാക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ പെൻഷൻ ഉണ്ടെങ്കിൽ ആ പെൻഷനുടെ കയ്യിൽ നിന്നും ഈ സെയിം എമൗണ്ട് ഈടാക്കും. സർക്കാർ ജീവനക്കാരെ കൊള്ളയടിക്കുന്ന ഇതുപോലൊരു പദ്ധതി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റും ചെയ്തിട്ടില്ല.